ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഹോദരി സ്മിത മരിയാഭവനിലേക്ക് വരുന്നത്. അവളൊരു പ്രസ്സിലെ ജീവനക്കാരിയായിരുന്നു. അങ്ങനെ ആ ഒരു ജീവിതത്തിൽ നിന്നാണ് അവൾ മരിയാഭവനെ പറ്റി കേട്ടതും മരിയാഭവനിൽ വരുന്നതും വചനം കേട്ടു. ഈശോയോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി പിന്നെ ആ ജോലി അവൾ ഉപേക്ഷിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് മരിയാഭവനിലേക്ക് വരുന്നത് കണ്ടപ്പോൾ, അവൾ ആത്മാർത്ഥത കണ്ടപ്പോൾ മരിയാഭവൻ്റെ മേലധികാരികളോട് ഞാൻ തന്നെയാണ് സ്മിതയെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ സ്മിത അന്നു മുതലേ മരിയാഭവൻ്റെ ഒരു ശുശ്രൂഷകയായിട്ട് മാറി. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ ഭക്ഷണ മേഖല, അതാണ് സ്മിതയിലൂടെ കൂടുതലായിട്ട് മരിയാഭവനിൽ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ലഭിക്കുന്നത് വരെയുള്ള പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ ഗാഢമായിട്ട് പ്രാർത്ഥിക്കും. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കും. എന്നാൽ അവളെ സംബന്ധിച്ച് ഒരു വിവാഹമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതമെന്നോ അങ്ങനെ ഒരു സ്വപ്നമേ അവളെ മനസ്സിലില്ല. കാരണം എപ്പോൾ ചോദിച്ചാലും അവൾ പറയും, എന്നെ ആര് കൊണ്ടുപോകാനാ, എന്നെ ആർക്ക് ഇഷ്ടപ്പെടും, എൻ്റെ കോല ഇതല്ലേ എന്ന് പറയുന്ന, തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രകൃതി അവൾക്കുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയി. സ്മിതയുടെ ശുശ്രൂഷകളും വളരാൻ തുടങ്ങി. അതായത് ശരിക്കും നമുക്ക് തന്നെ അതിശയം തോന്നും അവളുടെ ശുശ്രൂഷ കാണുമ്പോൾ. കാരണം ഒരു വ്യക്തി ചെയ്യുന്നതല്ല അവൾ ചെയ്യുന്നത്, ഒരു 4 വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കൃപയാണ് സ്മിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ശുശ്രൂഷ ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും സ്മിതയ്ക്കൊരു വിവാഹം വേണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലും വളരാൻ തുടങ്ങി. കർത്താവ് നമ്മുടെ ഷാജി സഹോദരനിലൂടെ ഒരു വഴി ഒരുക്കി. അങ്ങനെ സ്മിതയുടെ വിവാഹം കഴിഞ്ഞു. സുധാകരൻ എന്ന സഹോദരൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം വളരെ വലിയൊരു ശുശ്രൂഷകനാണ്. പുറം മേഖലകളിലാണെങ്കിലും ഗാഢമായിട്ട് ശരീരം മറന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇവരുടെ മനസ്സിൽ ഏറ്റവും വലിയ പേടി ഇതാണ്, കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇനി ഒരു കൊച്ചുണ്ടാകുമോ എന്നുള്ള പേടി ഇവർക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൊച്ചിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെയാണ് കോട്ടയത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി അവർ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് ഡോക്ടറുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പറേഷനും ഒരുപാട് സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നൊരു കേസാണ് ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകുന്ന കാര്യമല്ല എന്ന് അവർക്ക് തന്നെ തോന്നി. ഈ ഒരു സ്റ്റേജിൽ ഇവർ വളരെ നിരാശരായിട്ട് മരിയാഭവനിലേക്ക് തിരിച്ചു വരിക. ഇവർ ചാപ്പിലിരുന്ന് കൊണ്ട് കരഞ്ഞപ്പോൾ എനിക്കൊരു വേദന തോന്നി. ഞാൻ അവരെ കൗൺസിലിംഗ് റൂമിലേക്ക് വിളിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു വാക്കാണ് വന്നത്, അല്ല സ്മിത, എനിക്ക് വിവാഹം ഒരു കാലത്തും നടക്കില്ല, എന്നെ ആര് കെട്ടും എന്ന് എപ്പോഴും പറയുന്ന സ്മിതയ്ക്കിതാ ഒരു ഇണയ ദൈവം നൽകി. കർത്താവ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നൽകി. ആ കർത്താവിനെ ഒരു കൊച്ചിനെ തരാൻ കർത്താവിന് സാധ്യമല്ലേ? നമ്മളെന്തിനാ വെറുതെ ഡോക്ടറുടെ വാക്കിലേക്കും ആ മരുന്നിൻ്റെ ചീട്ടിലേക്കും ആ ഓപ്പറേഷനിലേക്കും നോക്കേണ്ട ആവശ്യം? കർത്താവിലേക്ക് നോക്ക്, കർത്താവ് അതിന് വഴിയൊരുക്കി തരും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്മിത സുധാകരേട്ടനും വന്ന് മരിയാഭവനിൽ അത് പങ്കുവയ്ക്കും, നമ്മളോട് ഒന്നിച്ച് പങ്കുവയ്ക്കും. പ്രത്യേകിച്ച് ഈ കൊച്ചുങ്ങളില്ലാത്ത ഈ അവസ്ഥകളൊക്കെ തുറന്ന് പങ്കുവെച്ചപ്പോൾ നമ്മളൊരു ഗ്രൂപ്പുണ്ട് മരിയാഭവനിൽ, അതും വിശ്വാസത്തിലേക്ക് വന്ന മക്കളുടെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലുള്ള ഒരു നിഷ്കളങ്കരായ മനുഷ്യർ, അവരെല്ലാവരും ഹൃദയം തുറന്ന് കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കും, ഏത് വിഷയം കിട്ടിയാൽ. അങ്ങനെ ജീവിതത്തിൽ സ്മിതയുടെ ജീവിതത്തിൽ ഇതാ കൊച്ചുണ്ടാകുന്നു. ഒരു ഭവനമില്ലാത്ത ആ ദമ്പതിമാർക്ക് കർത്താവ് മരിയാഭവനിലൂടെ ഒരു ഭവനം ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഭൗതികമായ കാര്യത്തിലും ആത്മീയമായ കാര്യത്തിലും കർത്താവ് ഇന്നും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.